നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വള്ളം തിന്നക്കരെ തന്നെ നിൽക്കുകയാണ്. ശങ്കരൻ പിന്നെയും തെങ്ങിൽ. ശങ്കരൻ പിന്നെയും തെങ്ങിൽ. ഇതുവരെ ഒന്നും ആയില്ല. ഇന്നലെ മുൻ പ്രസിഡന്റുമാരും അതുപോലെ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ പോയി കണ്ടു. എന്നിട്ടും ഫലമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇനി ഘടകകക്ഷി നേതാക്കളെ വിളിക്കുമെന്ന് പറയുന്നു. പിന്നെ വോട്ടർമാരെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയായി. ഈ വോട്ടർമാരുടെ അഭിപ്രായമാണ് അവർക്ക് അറിയേണ്ടത് യഥാർത്ഥത്തിൽ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാല് സോഷ്യൽ മീഡിയ നോക്കിയാൽ ട്രോളുകളോട് ട്രോളുകൾ. ആരാണെന്ന് അറിഞ്ഞിട്ട് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന രോഗികൾ വരെ ഉണ്ടെന്നാണ് ഒരു ട്രോള് കണ്ടത്. ഒരു രസകരമായ ട്രോൾ ഞാൻ കണ്ടു. അതായത് ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആള് നമ്മുടെ പാലക്കാട് MLA പിഷാരടിയാണ്. കാരണം പിഷാരടി ആകുമ്പോൾ ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിലും സംസാരിക്കും. ഇപ്പൊ KC വേണുഗോപാലിന്റെ അനുഭാവിയോട് വരുമ്പോഴത്തേക്ക് KCയുടെ ശബ്ദത്തില്, VD സതീശന്റെ അനുഭാവിയോട് വരുമ്പോൾ VDയുടെ ശബ്ദത്തില്, രമേശിന്റെ ആളുകളോട് രമേശ് ശബ്ദത്തില്, അവൻ എല്ലാവരും ഹാപ്പിയാവും എന്ന് വരെ ട്രോൾ ഇറങ്ങിയാലും ആളുകളുടെ ഭാവന നന്നായിട്ട് അതിന്റെ അവസരം ഉണ്ടായിട്ട്. അപ്പൊ ഇന്നലെ ഈ ചർച്ചകളെല്ലാം നടന്നിട്ട് എന്തായിരിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്? ഞാൻ ഇത് ഇന്നലെ പോയ ചില ആളുകളോട് സംസാരിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇവരെല്ലാം അവരുടെ ആളുകളുടെ പേര് പറഞ്ഞു. പക്ഷെ അവിടെ പിന്നെ ഹൈക്കമാൻഡിന്റെ പ്രതികരണം അല്ലെങ്കിൽ രാഹുൽ അറിയേണ്ട സംഗതി ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ജനവികാരത്തെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. ഈ ജനവികാരം സ്വാഭാവികമായിട്ടുണ്ടായ ജനവികാരമാണോ, അതോ ഇത് ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് വഴി ഉണ്ടാക്കിയതാണോ, PR വർക്ക് വഴി ഉണ്ടാക്കിയതാണോ? കാരണം PR വർക്ക് ഉണ്ടെന്നുള്ളതും PR വർക്കിന് വേണ്ടി ഇവരെല്ലാം കാശ് മുടക്കുന്നുള്ളവർ നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് PR വർക്ക് വഴി ഉണ്ടായതാണോ അതാണ് പുള്ളിക്ക് അറിയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ജനുവിനായിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു. PR വർക്കാണെന്ന് മറ്റെല്ലാവരും പറഞ്ഞു. ഇതാണ് സ്ഥിതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും രാഹുൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറെ പേര് വന്നിട്ട് ചിലത് പറയും, കുറെ പേര് വന്നിട്ട് വേറെ ചിലത് പറയും. പുള്ളി കിടന്ന് കുഴയുക. ഇതിനിടയ്ക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു നിർദ്ദേശം പോയി. പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടെ കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ MP ആണ്. അവർക്ക് കുറച്ചുകൂടെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പൊ അവര് മനസ്സിലാക്കിയ ഒരു സംഗതി, അവരുടെ മണ്ഡലം വെച്ചെങ്കിൽ അവർ വിലയിരുത്തിയത് ഒരു VD സതീശന് അനുകൂലമായിട്ടുള്ള ശക്തമായ ഒരു വികാരമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിംസിനിടയിൽ. അപ്പോൾ ഇതിനെ വർഗീയമായി ചിത്രീകരിക്കാനായിട്ടുള്ള നീക്കം ഇപ്പം നടക്കുന്നുണ്ട്. അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഒരു ഭാഗത്ത് VD സതീശൻ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ആളായിട്ടും ഇപ്പുറത്ത് KC വേണുഗോപാല് ഹിന്ദു വിഭാഗത്തിന്റെ ആളായിട്ടുമുള്ള ഒരു രീതിയിൽ വർഗീയമായിട്ട് ഇതിനെ വേർതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ഈ ഹൈക്കമാൻഡോട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കിടന്ന് ഹൈക്കമാൻഡ് കുഴയുകയാണ്. അപ്പൊ ഇതിനകത്ത് ഈ പ്രിയങ്കയുടെ നിർദ്ദേശം അതാണ് പ്രധാനം. പ്രിയങ്കയും സോണിയുമായിട്ട് സംസാരിച്ചു. സോണിയ ഇപ്പൊ ഇന്ന് ആശുപത്രിയിലായി എന്ന് അറിഞ്ഞു. പക്ഷെ എന്നാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അവരും ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനം ഉണ്ടാവും എന്നാണ്. അതെന്തായിരിക്കും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ഇവിടുത്തെ ജനഹിതത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അപകടമായിരിക്കും എന്നുള്ളത് സൂചനയായിരിക്കാം. പ്രിയങ്ക വഴി സോണിയ വഴി രാഹുൽ എത്തിയിട്ടുണ്ടാകുക. ഈ നേരത്തെ നമ്മൾ കേട്ടത് പ്രിയങ്ക ഗാന്ധി VD സതീശന് അനുകൂലവും സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലവും എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അപ്പം മാറിക്കാണുമല്ലേ? അല്ലല്ല, സോണിയാഗാന്ധി പിന്നെ VD സതീശനോട് താല്പര്യമുള്ള ആളെന്ന് ഞാൻ കേട്ടു. കാരണം VD സതീശനെ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിച്ചത് സോണിയാഗാന്ധിയാണ്. അപ്പൊ സോണിയാഗാന്ധിയോടാണ് സതീശൻ പോയി പറഞ്ഞത്. സോണിയാഗാന്ധി ആണ് സതീശനോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇരുന്നിട്ട് ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് താങ്കളെ ഏൽപ്പിക്കുന്നത്. താങ്കൾ നടത്തിയെടുക്കണം, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പോകാനും വിജയമെടുത്താനും കഴിയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ട ഒരു സംഗതിയാണ്. അത് 100% സാധ്യമാക്കി ചെന്നു എന്നുള്ളത് കൊണ്ട് സോണിയാഗാന്ധിക്ക് VD സതീശനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷെ സോണിയാഗാന്ധി തീരുമാനം എടുക്കത്തില്ല. തീരുമാനം അന്തിമമായിട്ട് എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി കാര്യം പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളൊന്നും ഇല്ല. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്നേ ഉള്ളൂ. പ്രസിഡന്റ് വേറെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, അല്ലെ, നമുക്കറിയാം
രാഹുൽ ഗാന്ധിയാണ് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ടെൻഷനും അത് തന്നെയാണ്. നമ്മളൊരാൾ അവസാനം എല്ലാവരുടെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എല്ലാം അഭിപ്രായങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് അവസാനം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പം രാഹുൽ ഗാന്ധി. അതിന്റെ ഒരു സംഘർഷത്തിലാണ് പുള്ളി എന്ന് ഞാൻ പറയാം. അന്തിമ തീരുമാനം പുള്ളിയുടെ ആയിരിക്കും. അത് ഇനി ആരോട് എന്ത് ചോദിക്കാനായിട്ട്? ഇനി ചോദിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ഇനിയിപ്പോൾ ആളുകളോട് എന്ത് ചോദിക്കാൻ, ഇനിയും ഘടകകക്ഷികളോട് എന്ത് ചോദിക്കാൻ? എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് 10 ദിവസമായി. ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നെടുക്കുന്ന ആ ഒരു സുചിന്തിതമായ ആലോചിച്ചെടുക്കുന്ന തീരുമാനം, ആ തീരുമാനം തെറ്റിയാൽ എല്ലാം പാടി. ആ തീരുമാനം ശരിയായ തീരുമാനമാണെങ്കിൽ ഇവിടെ UDF-ഉം കോൺഗ്രസ് രക്ഷപ്പെടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീരുമാനം അദ്ദേഹം എടുക്കട്ടെ, അദ്ദേഹം ശരിയെന്ന് തോന്നുന്നു എടുക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇന്നയാളെ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും കിട്ടി. അല്ല, താങ്കൾ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അത് ശരിയാണ്. പിന്നെ അതിന്റെ ഒരു അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടെ തന്നെയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിനാണ് അവസാനത്തെ തീരുമാനം. പക്ഷേ പിന്നെ ഇതിങ്ങനെ വൈകും തോറും ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഭരണസ്തംഭനമാണ്. സെക്രട്ടേറിയറ്റിലൊന്നും ആരുമില്ല. അവിടെ നമ്മൾ ഈ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നു, പട്ടി പെറ്റി കിടക്കുന്നു പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിൽ ഇതാണ് സ്ഥിതി. ഒരു തീരുമാനമെടുക്കാൻ, ഒരു ഫയൽ നീങ്ങുന്നില്ല. ഒരു തീരുമാനമെടുക്കാൻ, ഒരു പിന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും പോലും ഒരു തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറിയേറ്റേക്ക് ചെല്ലുന്നു, മറ്റ് വകുപ്പ് സെക്രട്ടറിമാരിലേക്ക് ചെല്ലുന്നു, മുഖ്യമന്ത്രിയിലേക്ക് ചെല്ലുന്നു. നിലവിലുള്ള കാവൽ മുഖ്യമന്ത്രി. അതിനകത്ത് ഞാൻ തമാശ പറയും. കാരണം സാധാരണ രീതിയിൽ ഇന്ന് വരെയുള്ള UDF-ന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യം ഒരിക്കലും വന്നിട്ടില്ല. ഗ്രൂപ്പ് വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആളാണ്. കോൺഗ്രസ് ജയിച്ചാൽ, UDF ജയിച്ചാൽ ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു ഇതുവരെയും ഉള്ളത് അല്ലേ? അങ്ങനെയാണ് കരുണാകരനായത്, അങ്ങനെയാണ് ആന്റണി ആയത്, അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ആയത്. അങ്ങനെ അത് തുടർന്ന് വരികയായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്കും പിന്നെ ഫല പ്രഖ്യാപനത്തിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക്, ചീഫ് സെക്രട്ടറിയൊക്കെ നിയുക്ത മുഖ്യമന്ത്രിയെ കോൺടാക്ട് ചെയ്യാമായിരുന്നു. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമില്ലല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്, അല്ല മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ് പിന്നെ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. 3 നേതാക്കൾ ഇവർ തമ്മിൽ ഒരേ നിലപാടുകളായിരിക്കില്ല ഒരു വിഷയത്തെക്കുറിച്ച്. പാർട്ടിയുടെ പൊതുനയത്തിനപ്പുറത്തേക്ക് എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളൊക്കെ അപ്പൊ ആരോട് ചോദിക്കും? ഇതാണ് പ്രശ്നം. അതുകൊണ്ടേ സ്തംഭനം ഉണ്ടാകുന്നത്. ആരോട് ചോദിക്കാനില്ല, സ്ഥലം നടത്താൻ പറ്റത്തില്ല. പിന്നെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, അതൊക്കെ പണം ഉണ്ടെങ്കിൽ ഉള്ളത് വെച്ച് അങ്ങനെ ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളും നടക്കാതെ പോവുകയാണ്. ഇവൻ പാഠപുസ്തകം അച്ചടിയുടെ കാര്യത്തിൽ പോലും അവിടെ കിടക്കുകയാണ്. അതൊക്കെ മന്ത്രി വന്നിട്ട് തീരുമാനിക്കട്ടെ എന്നുള്ള ലൈനിൽ നിൽക്കുക. ഇതൊക്കെ വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന വെച്ചാൽ ഉണ്ടാക്കത്തില്ലേ? പക്ഷെ ഒട്ടേറെ പേർക്ക് ഇതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീറുന്ന ഒരാൾക്കാരുണ്ട്. അവരുടെ ഒരു ഫയലിൽ ഒരു ദിവസം മുമ്പ് തീരുമാനം എടുത്ത് അവർക്ക് അത്രയും നല്ലതല്ലേ? പിന്നെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. പറഞ്ഞ് പിണറായി വിജയൻ എല്ലാം ഓരോ ഫയലിലും ഓരോ ജീവിതം കണ്ടു നടപ്പാക്കി. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അത് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം, അതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ പിന്നെ ചികിത്സാ സഹായങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഇൻഷുറൻസ് പദ്ധതികൾ, അങ്ങനെ ഒട്ടേറെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരെ അതെല്ലാം സ്തംഭിച്ചിരിക്കുക. ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ല. ഇത് വൈകും തോറും ഇത് യഥാർത്ഥത്തിൽ ഇതിൽ ആരാ തെറ്റുകാര്? ഹൈക്കമാൻഡാണോ തെറ്റുകാര്? AICC ആണോ തെറ്റുകാര്? ഇവിടുത്തെ പിന്നെ KPCC ആണോ തെറ്റുകാര്? ജനം തിരഞ്ഞെടുത്ത പ്രതിനിധികളാണോ പിന്നെ തെറ്റുകാര്? അതോ ജനമാണോ തെറ്റുകാര്? ഇതിൽ ആരാ തെറ്റുകാര്? ജനം തെറ്റുകാരല്ല. പക്ഷെ അതിന് മുകളിലോട്ടുള്ള എല്ലാവരും പങ്കാളികളാണെന്ന് ഞാൻ പറയും. എല്ലാവർക്കും ഇതിനകത്ത് പങ്കാളി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നെടുക്കുന്ന തീരുമാനം, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എടുക്കുമെന്ന് കരുതപ്പെടുന്ന തീരുമാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും. ഇന്നത്തെ തീരുമാനം തെറ്റിയാൽ ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് നിർണായകമായ പ്രശ്നം എന്താണ്? ഇതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ ഈ പോയ ആളുകളെ ചിലരോട് രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എല്ലാവരോടും ചോദിച്ചെന്ന് തോന്നുന്നില്ല, ചിലരോട് ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ ഒരു ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാല് മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കാൻ സാഹചര്യമുണ്ടോ? ചിലർ പറഞ്ഞു ഇപ്പോഴത്തെ എതിർപ്പൊന്നും കാര്യമില്ല, അതൊക്കെ മാറിക്കോളും, അത് കഴിയുമ്പോഴത്തേക്ക് ജയിക്കും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ കൃത്യമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരും കൂടെ ഉണ്ട്. അപ്പൊ ഇതും പുള്ളിയെ കൺഫ്യൂഷനിലാക്കുകയാണ്. ഇത് ആര് പറയുന്ന ഉൾക്കൊള്ളണം? അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നെല്ലാം പുള്ളി ഇത്രയും കാലത്ത് അനുഭവ സമ്പത്തില്ലേ? ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ നടന്നില്ലേ? ഈ രാജ്യം കണ്ടു, ആ കണ്ടതിനിടയ്ക്ക് ഒത്തിരി പേര് പോയില്ലേ?
ആരെല്ലാം കോൺഗ്രസ് വിട്ടു പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ലിജുവിനെ കുറിച്ച് വളരെ മച്ചുവേർഡായിട്ടുള്ള ഒരു പക്വതയുള്ള ഒരു നേതാവായിട്ടാണ് കരുതിയിരുന്നത്. നമ്മുടെ കായംകുളം MLA ലിജു ഇന്ന് വളരെ ആവേശപൂർവ്വം പറയുകയാണ്, ഇവിടെ ആര് പോയാലും പ്രശ്നമില്ല, ഏത് നേതാവും പൊക്കോട്ടെ, ഏത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പൊക്കോട്ടെ, കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് പുള്ളി തന്നെ പറയുകയാണ്, ഓരോരുത്തരോരുത്തരായിട്ട് പോയില്ലേ, അഹമ്മദ് പട്ടേൽ പോയില്ലേ, ചൗഹാൻ പോയില്ലേ, ആസാദ് പോയില്ലേ, പിന്നെ കപിൽ സിബിൽ പോയില്ലേ, എന്നിട്ട് എന്തുണ്ടായെന്ന്. എനിക്ക് ചിരി വന്നുപോയി. അവരൊക്കെ പോയിട്ടൊന്നും ഉണ്ടായില്ലയോ? അവർക്ക് പോയതിന് ഫലമല്ലേ കാണുന്നത്. അപ്പൊ ഇത് നമ്മുടെ നേതാക്കന്മാർ തന്നെ ഇങ്ങനെയൊക്കെ ലിജുവിനെ പോലെയൊക്കെ ഇത്രയും പക്വതയുണ്ടെന്ന് ഞാൻ കരുതിയ നേതാക്കളൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പിടിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇതാണ് ഇവർ ജനങ്ങളോട് പറയുന്നതെങ്കിൽ ജനത്തിന് നമ്മളെക്കുള്ള വിവരമുണ്ടെന്ന് ആദ്യം ഇവർ മനസ്സിലാക്കണം. ജനം അത്ര മണ്ടന്മാരൊന്നുമല്ല. മണ്ടന്മാരാണെങ്കിൽ ജനം ഇപ്പൊ ഇത്ര നല്ല ഒരു പിന്നെ വോട്ട് കൊടുക്കും. ജനത്തെ കളിയാക്കുന്ന നിലപാടാണ് പല നേതാക്കളും ഇപ്പൊ എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ പറയുന്ന ആരെ പിന്തുണയ്ക്കുന്നുള്ളതല്ല. എല്ലാവരും ആഗ്രഹിക്കേണ്ട കാര്യം എന്തുവാ? ഇവിടെ ഒരു നല്ല ഭരണം വരണം, ഇവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കണം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഇതൊക്കെയാണ് ജനം ആഗ്രഹിക്കുന്നത്. അതിന് പകരം തമ്മിലടിക്കുന്നത് പോട്ടെ, ഇനി 3 പേരും അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അതിന് തെറ്റ് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഹാവ് മേഡ് ദർ മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്ക് ഇനി തിരുത്തി കഴിയുമ്പോൾ ഈ കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുന്നത്? മിണ്ടാതിരിക്കണ്ടൊന്നും. അല്ലെങ്കിൽ എത്രയോ MLA ആളുടെ അന്തസ്സായിട്ട് അവർ മിണ്ടാതിരിക്കുന്നു. ഇത് പരസ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഓരോ മണ്ഡലങ്ങൾ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അതുപോലെ കുഴൽനാടൻ കുഴൽനാടൻ്റെ വേറൊരു ഉദാഹരണമാണ്. കുഴൽനാടനെ കുറിച്ചും നമുക്ക് കുറച്ച് മതിപ്പുണ്ടായിരുന്നു. പക്ഷെ കുഴൽനാടനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ പറയുന്ന ആരെ കുറിച്ച് ആയിക്കോട്ടെ, പറയുന്ന സമയത്ത് ഒരു പക്വത കാണിക്കണ്ടേ? നമുക്ക് വിമർശിക്കാനുള്ള സമയമല്ല ഇത്. അവര് ചെയ്യേണ്ട സംഗതി അവരവരുടെ മണ്ഡലങ്ങളിലുള്ള ആളുകളെ വിളിച്ചിട്ട് അവരോട് നിങ്ങൾ അടങ്ങിയിരിക്കുന്ന പറയുന്നതിന് പകരം അവരെ കൂടെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക. അതൊക്കെ എത്ര മോശമാണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താ പറയുക? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു നല്ല ഭരണം ഉണ്ടായില്ലെങ്കിൽ തീർന്നില്ലേ? ഉപതെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, അത് 3 മാസം 6 മാസമോ കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ അതിന് മുമ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ പറയുന്ന പിന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള ഒരു മന്ത്രിസഭയല്ല വരുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന പിന്നെ വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ മറ്റവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവർക്ക് കൂടി തൃപ്തികരമല്ലാത്ത മന്ത്രിസഭ വരുന്നെങ്കിൽ എനിക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്ത് കളയുന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഞങ്ങളിത് എത്ര കണ്ടിരിക്കുന്നു, എത്ര കോൺഗ്രസ് മന്ത്രിസഭ ഇവിടെ വന്നു, ആയിക്കോട്ടെ, ചെയ്ത് കാണിക്കട്ടെ, ചെയ്ത് കാണിക്കട്ടെ. ഞാനും കുറെ കാലം ഈ പറഞ്ഞ കണ്ടതാണല്ലോ, അതുകൊണ്ട് വെച്ച് ഞാൻ പറയുകയാണ്, ചെയ്ത് കാണിക്കട്ടെ അവര്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആഗ്രഹിക്കുന്നത് നല്ലൊരു മന്ത്രിസഭ, ആര് മുഖ്യമന്ത്രി ആയാലും ശരി, നന്നായിട്ട് ഭരിക്കട്ടെ. പക്ഷെ ആര് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ശരിയായ തീരുമാനം എടുക്കട്ടെ. ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയാണെങ്കിൽ ആ ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെടാം. ആ പ്രൂവ് ചെയ്യപ്പെടാനുള്ള കാലമാണ് ഇനി അങ്ങോട്ടുള്ള ഒരു 6 മാസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അല്ലാതെ ഏതായാലും നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുക, നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുക, അത്രമാത്രം ചെയ്യാൻ പറ്റും.